എല്ലാ മതസ്ഥരും നമ്മൾ പറയുമ്പോൾ ഇവിടുത്തെ ഒരു കുറച്ച് ശതമാനം വരുന്ന നിരീശ്വരവാദികളെ കുറിച്ചും കൂടി പറയണം. അവർ എന്താണ് ഇപ്പോൾ ദൈവം, ഞാൻ മനസ്സിലാക്കുന്നത് ആരുടെ നാവിൽ നിന്ന് ദൈവത്തെ പറ്റിയുള്ള വചനങ്ങൾ ദൈവം വലിച്ചുവോ എടുക്കുന്നു അവന് പിന്നെ ദൈവത്തെപ്പറ്റി സംസാരിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇവിടുത്തെ നിരീശ്വരവാദികൾ ചിന്തിക്കേണ്ടത് ദൈവമുണ്ടോ ഇല്ലേ സെക്കൻഡുകൾ കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു കാറിൽ യാത്ര ചെയ്യുന്ന ആളുടെ കൈകാലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം ഏത് ഏത് കൈയാണ് ഗിയറുമൊക്കെ ചലിക്കുക, ആക്സിലേറ്റർ ചലിക്കുക, ബ്രേക്ക് ചവിട്ടുക, അതൊന്നും കഴിയില്ല, ആർക്കും പറയാൻ കഴിയില്ല. ഇതൊരു ഓട്ടോമാറ്റിക് പ്രക്രിയ ദൈവം അവിടെ കൃത്യമായി തീരുമാനിച്ചതിനനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല, ഒരിക്കലും സംശയമില്ല. അപ്പം ഇവിടുത്തെ നിരീശ്വരവാദികൾ ദൈവത്തിന് തിരിച്ചറിയാം, ദൈവത്തിനെ എങ്ങനെയും വിളിക്കാൻ കഴിഞ്ഞാൽ ആ മഹാസ്നേഹത്തിൽ നാം ഒന്നിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം ഇവിടെ മനുഷ്യരന്മാരി 100 കോടിക്കണക്കിന് മനുഷ്യരന്മാരിൽ തന്നെ സൃഷ്ടികളുണ്ട്, നമുക്കതൊന്നും അറിയില്ല. പലരുണ്ട്. ഇവർക്കൊക്കെ സ്നേഹം തന്ന റബ്ബ് നമ്മുടെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയൊക്കെ നമ്മൾ സ്നേഹിക്കണ്ടല്ലോ. എന്തുമാത്രം സ്നേഹമാണ് നമുക്ക് സ്നേഹിക്കുമ്പോൾ കിട്ടുന്നത്. ആ സ്നേഹം തന്ന റബ്ബ് മഹാനായ സ്നേഹത്തിൻ്റെ റബ്ബ്. ഈ സ്നേഹത്തിൻ്റെ നാഥനെ എല്ലാ നിരീശ്വരവാദികളും സ്വീകരിക്കുക. നമ്മളെ ഞരമ്പുകളെ പ്രവർത്തിപ്പിക്കുന്ന, നമ്മുടെ ബ്രെയിനിൽ സ്നേഹം ഇട്ട് തരുന്ന, തലച്ചോറിലും മനസ്സിലും സ്നേഹം ഇട്ട് തരുന്ന റബ്ബ്, എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കുന്ന റബ്ബ്. ആർക്കും ഈശ്വരനില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പറയാൻ കഴിയുമോ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിനും എല്ലാത്തുനിന്നും ആൾക്കാർ രക്ഷിക്കായിരുന്നില്ല. ചില കാര്യങ്ങൾ അത് തീരുമാനിച്ച് നമുക്ക് രക്ഷിക്കാൻ അതിന് രക്ഷപ്പെടാൻ കഴിയണില്ല. പക്ഷേ എന്താണ് അള്ളാഹ് തീരുമാനിച്ചത് അത് നടക്കും. അതിലൊരു വലിയ സ്നേഹമുണ്ട്, നമുക്കറിയാത്ത കാര്യമാണ്. മാൻകുട്ടി ഒരു മൃഗത്തിൻ്റെ ഭക്ഷണമാകുകയാണ്. മാൻകുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അതിൽ പടച്ചവനൊരു സ്നേഹമുണ്ട്, സമാധാനപരമായ സ്നേഹം ആ മാനിന് അള്ളാഹു കൊടുക്കുന്നുണ്ട്. ഒരു കുഴപ്പം പറ്റണില്ല. അപ്പോൾ എല്ലാവരും ദൈവത്തെ കീർത്തിക്കുക, വാഴ്ത്തുക. ദൈവം സ്നേഹമാണ്. ഈ കോടിക്കണക്കിന് സൃഷ്ടികൾക്ക് സ്നേഹം കൊടുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രമായിരിക്കും. അപ്പോൾ എല്ലാ നിരീശ്വരവാദികളും നമുക്ക് ദൈവം ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി ദൈവത്തെ വാഴ്ത്തി നല്ലൊരു ജീവിതം ഈ ലോകത്തുണ്ടാകണം. അതിനെല്ലാവരും പരിശ്രമിക്കുക. മനുഷ്യർ ഓരോ സെക്കൻഡ് ഓരോ തീരുമാനങ്ങൾ എടുത്ത് നന്നായാൽ ലോകം മുഴുവൻ നന്നാവും എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞത്, എല്ലാവരും റാം എന്നാൽ ദൈവം, അള്ളാഹു ഈശ്വരനാണ്. ഹിന്ദുക്കൾക്ക് എല്ലാ കഴിവുകളുള്ളത് ഈശ്വരനാണെന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. അപ്പം അതിന് ഗാന്ധി വിളിച്ച റാം യഥാർത്ഥ ദൈവമാണ്. ഇരുട്ടിൽ ഭയപ്പെടുമ്പോൾ ഇരുട്ടിൽ നിന്ന് ഭയം നീക്കിത്തരുന്ന ദൈവം, അത് യഥാർത്ഥ ദൈവമാണ്. പക്ഷേ രാമനായി ദൈവം അവതരിച്ചിക്കണോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ എല്ലാ കഴിവുകളും ദൈവത്തിനാണ് എന്നത് നമ്മൾ അംഗീകരിക്കണം. ചിലപ്പോൾ ഇന്നലെ ഞാൻ എന്തൊരു കാര്യത്തിന് പോയപ്പോൾ ഇവിടുന്ന് ഒരാൾ പറഞ്ഞു രാമനാണ് ചിലപ്പം മരിച്ചത് ജീവിച്ചതെന്നൊക്കെ പറഞ്ഞു ചില അഭിപ്രായങ്ങൾ മൂപ്പർ പറഞ്ഞു. പക്ഷെ അങ്ങനെ പരിമിതികളുണ്ട് എന്നുള്ള രീതിയിൽ മൂപ്പർ പറഞ്ഞു. പക്ഷെ രാമന് എല്ലാ കാര്യത്തിനും കഴിയുന്നു. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് റാം ദൈവം, യഥാർത്ഥ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ ഫാൾട്ട് പറ്റിയിരിക്കണമെന്ന് പറയുന്നത് കഥകളാണ്. ആ കഥകളിൽ വിശ്വസിക്കരുത്. ചിലപ്പോൾ ദൈവത്തിന് അവതാരങ്ങൾ പലതും ദൈവത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാതിരിയല്ല. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന നാഥന് ചിലപ്പോൾ പല അവതാരങ്ങളും ഉണ്ടായിരിക്കാം. നമുക്കറിയാത്ത അത്ഭുതങ്ങൾ പലതും ലോകത്ത് നടന്നിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ കഴിവുകളിൽ നമ്മൾ മനുഷ്യരെ കഴിവുകളിലേക്ക് ചാർത്തരുത്. ചില ഭക്ഷണം കഴിക്കുന്നതും പരിമിതികൾ, ചിലപ്പോൾ ദൈവം കഴിക്കുന്നുണ്ടോ ഇല്ലതൊന്നും നമുക്കറിയാൻ കഴിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. റാം എന്ന് ഗാന്ധിജി വിളിച്ചത് യഥാർത്ഥ ദൈവത്തെയാണ്, കഴിവുകളില്ലാത്ത ഏതൊരു മനുഷ്യനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമുക്ക്
ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും രാമനെ വിളിക്കുക, റാം എന്ന് ഉദ്ദേശിച്ച രാമൻ എന്ന് നമ്മൾ പറയണേ. പക്ഷെ അതിന് പരിമിതികൾ നമ്മൾ ഏർപ്പെടുത്തരുത്. ഏറ്റവും കഴിവ് ഈ ലോകത്ത് മുൻപിരിക്കുന്ന റാമാണ്. അതേമാതിരി ക്രിസ്ത്യൻ സഹോദരന്മാരോട് പറയേണ്ടത് അവരുടെ ദൈവം യഥാർത്ഥത്തിൽ കർത്താവാണ്. മനുഷ്യനായിട്ട് അതിന് പരിമിതികൾ, മനുഷ്യനങ്ങനെ ചെയ്തു, ദൈവത്തിനങ്ങനെ ചെയ്തു എന്ന് പറയും. ദൈവം ഭയങ്കര കഴിവില്ല ആളാണ്. അപ്പോൾ ദൈവത്തിന് ആർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ദൈവം ആർക്കും വേണ്ടി ഒരു മനുഷ്യൻ്റെ രീതിയിലുള്ള തരം താഴില്ല. കർത്താവ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന നാഥനാണ്. ഏറ്റവും നല്ല സ്നേഹമുള്ള കർത്താവ് ഈശ്വരൻ അള്ളാഹു. ഇവരെ ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുക, എന്നിട്ട് സമാധാനപൂർണമായ ജീവിതം നയിക്കുക. അതിന് ഇസ്ലാം എന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇസ്ലാമാണ്. സമാധാനപരമായ ജീവിതം നയിക്കുന്ന എല്ലാവരും അള്ളാഹുവിൻ്റെ മതത്തിലാണ്. അക്രമികൾ അള്ളാഹുവിൻ്റെ മതത്തിലല്ല. അതുകൊണ്ട് എല്ലാവരും അക്രമങ്ങളിൽ നിന്ന് പിന്മാറി സമാധാനപരമായ ജീവിതം നയിക്കുക. ഗോഡ് ഈസ് ലവ്.